ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് സെൻസിറ്റിവിറ്റി ഓഫ് ബോണ്ട്. ഇത് CMA ഫൈനൽ, അതുപോലെ CA ഫൈനൽ, MBA, MCOM ആൻഡ് അതർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ലൈക്ക് നെറ്റ്, GRF ഓൾസോ എല്ലാവരുടെ ഈക്വലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ ലിസൺ കെയർഫുള്ളി. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സെൻസിറ്റിവിറ്റി ഓഫ് ബോണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ സെൻസിറ്റിവിറ്റി പറയുമ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ടൈം വാല്യൂ ഓഫ് മണിയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ബേസിക് പഠിക്കുന്ന കാര്യമാണ്. പിന്നെ ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം പ്രസൻറ്റ് വാല്യൂ ഓൾവേസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ഡിസ്കൗണ്ടിങ് റേറ്റ്. പ്രസൻറ്റ് വാല്യൂ എപ്പോഴും ഡിസ്കൗണ്ടിങ് റേറ്റുമായിട്ട് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആയിരിക്കും, ഒപ്പോസിറ്റ് റിലേഷൻ ആയിരിക്കും. ഓക്കെ, അതായത് നമുക്ക് ഫ്യൂച്ചറിൽ ക്യാഷ് ഫ്ലോസ് കിട്ടാനുണ്ട്. അപ്പോൾ നമുക്ക് ക്യാഷ് ഫ്ലോസ് ഫ്യൂച്ചറിലാണ് കിട്ടാനുള്ളത്. അപ്പോൾ നമ്മളുടെ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ അപ്ലൈ ചെയ്തും കൊണ്ട് നമ്മൾ ഈ ക്യാഷ് ഫ്ലോയുടെ പ്രസൻറ്റ് വാല്യൂ എടുക്കുകയാണ് അല്ലേ. ഈ പ്രസൻറ്റ് വാല്യൂ, അങ്ങനെ കിട്ടുന്ന പ്രസൻറ്റ് വാല്യൂ ആണ് നമ്മുടെ ബോണ്ടിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ. ഇതെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പ്രസൻറ്റ് വാല്യൂ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ഇറ്റ്സ് അവർ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ, ഇറ്റ്സ് അവർ എക്സ്പെക്റ്റേഷൻ. Expectation may not be stable. It may fluctuate. It may fluctuate as per market interest rate. അല്ലേ, നമ്മളുടെ എക്സ്പെക്റ്റേഷൻ ആണ്, അത് എപ്പോഴും സ്റ്റേബിളായിട്ട് നിൽക്കണമെന്നില്ല. അത് ഫ്ലക്ച്വേറ്റ് ചെയ്യാം ത്രൂ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. മാർക്കറ്റിൽ എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് പോകുന്നത് അത് നോക്കിയിട്ടാണ് നമ്മളുടെ ഒരു എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഫോം ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളുടെ എക്സ്പെക്റ്റേഷൻ ചേഞ്ച് ചെയ്യാം. സപ്പോസ് നമ്മളുടെ എക്സ്പെക്റ്റേഷൻ കൂടുകയാണെന്ന് വിചാരിക്കും. അങ്ങനെ കൂടുമ്പോൾ നമ്മുടെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോനെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുന്നതും ഹൈ റേറ്റിലായിരിക്കും. അതായത് ഡിസ്കൗണ്ടിങ് റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ദ റിസൾട്ടിങ് ഇൻട്രിൻസിക് വാല്യൂ, അതായത് പ്രസൻറ്റ് വാല്യൂ ഒബ്വിയസ്ലി വിൽ ബി ഇൻ ഡിക്ലൈനിങ് ട്രെൻഡ്. നമ്മൾ ഡിസ്കൗണ്ടിങ് റേറ്റ് കൂട്ടുമ്പോൾ നമ്മളുടെ പ്രസൻറ്റ് വാല്യൂ ഡിക്ലൈൻ, കുറഞ്ഞിട്ടാണ് വരിക. ബിക്കോസ് നേരത്തെ ഒരു റൂള് ഞാൻ പറഞ്ഞിരുന്നു, പ്രസൻറ്റ് വാല്യൂ ഓൾവേസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് വിത്ത് ഡിസ്കൗണ്ടിങ് റേറ്റ്. അതുപോലെ തന്നെ വോയിസ് വേഴ്സ, വെൻ ഡിസ്കൗണ്ടിങ് വാല്യൂ കുറയുമ്പോൾ എന്താ സംഭവിക്കുക, ഇൻട്രിൻസിക് വാല്യൂ വിൽ ബി ഹയർ. അപ്പോൾ ആ റൂളൊന്ന് ഓർത്തിരിക്കാം. അതായത് നിങ്ങൾ ഡിസ്കൗണ്ടിങ് റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഇൻട്രിൻസിക് വാല്യൂ ഹൈ ആവും. നിങ്ങൾ ഡിസ്കൗണ്ടിങ് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഇൻട്രിൻസിക് വാല്യൂ കുറയും. ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പോൾ എന്താണ് ബോണ്ട് സെൻസിറ്റിവിറ്റി? അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലക്ച്വേഷൻ അനുസരിച്ച് ഒരു ബോണ്ട് എത്ര മാത്രം സെൻസിറ്റീവ് ആയിരിക്കും, അതാണ് സെൻസിറ്റിവിറ്റി ഓഫ് ബോണ്ട് മീൻ ചെയ്യുന്നത്. അതായത് വാട്ട് യു മീൻ ബൈ സെൻസിറ്റിവിറ്റി ഓഫ് ബോണ്ട്, ദാറ്റ് ഈസ് how much is the bond sensitive towards changes of discounting rate or changes in the desired yield rate. ഈ ഡിസ്കൗണ്ടിങ് റേറ്റ് തന്നെയാണ് ഡിസയേർഡ് yield rate എന്ന് പറയാം. അത് തന്നെയാണ് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയാം. അപ്പോൾ ആ ടേംസ് നോട്ട് ചെയ്യുക. ദെൻ വാട്ട് യു മീൻ ബൈ ബോണ്ട് സെൻസിറ്റിവിറ്റി, ദാറ്റ് ഈസ് ഹൗ മച്ച് ഈസ് ദ ബോണ്ട് സെൻസിറ്റീവ് ടുവാർഡ്സ് ദ ചേഞ്ചസ് ഓഫ് ഡിസ്കൗണ്ടിങ് റേറ്റ് ഓർ ടുവാർഡ്സ് ദ ഡിസയേർഡ് yield rate or എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ഈ ഡിസ്കൗണ്ടിങ് റേറ്റിൽ, ഡിസയേർഡ് yield റേറ്റിൽ, എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേണിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അനുസരിച്ച് എത്രമാത്രം നമ്മുടെ ബോണ്ട് സെൻസിറ്റീവ് ആയിരിക്കുന്നു അത് മെഷർ ചെയ്യുന്നതാണ് സെൻസിറ്റിവിറ്റി ഓഫ് ബോണ്ട്. ക്ലിയർ? അപ്പോൾ നമുക്കിവിടെ ഈ ബോണ്ട് എത്ര സെൻസിറ്റീവ് ആണ് എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, എന്തിനാണ് ഈ ബോണ്ട് സെൻസിറ്റിവിറ്റി മെഷർ ചെയ്യുന്നത്? വൈ വി ആർ മെഷറിങ് ബോണ്ട് സെൻസിറ്റിവിറ്റി? എസ്യൂം ചെയ്യുക, നിങ്ങളൊരു ബോണ്ട് വാങ്ങാൻ തീരുമാനിച്ചു. ആ ബോണ്ടിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ നിങ്ങൾ ഡിറ്റർമിൻ ചെയ്തു. ഇങ്ങനെ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഒക്കെ എടുത്ത്, അതായത് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഓൾ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് അങ്ങനെ എടുത്ത് നമ്മൾ ഈ ബോണ്ടിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ നിങ്ങൾ ഡിറ്റർമിൻ ചെയ്തു. സേ ഇറ്റ് 7%. ഓക്കെ, ദെൻ ലേറ്റർ യു ഫീൽ ദാറ്റ് ഇറ്റ് വാസ് റോങ്. 7% ആയിരുന്നില്ല അതിന് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പിന്നീട് തോന്നുകയാണ് അത് റോങ് ആണ്. അപ്രോപ്രിയേറ്റ് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആക്ച്വലി ഒരു അപ്രോക്സിമേറ്റ്ലി 8% വേണമായിരുന്നു. ബിക്കോസ് ആ ബോണ്ട് വളരെ റിസ്ക്കിയാണ്. സോ നിങ്ങൾക്കത് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ചേഞ്ച് ചെയ്യണം അല്ലേ. സോ വാട്ട് ഹാപ്പൻ? എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ചേഞ്ച്ഡ്. അഗെയിൻ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ബോണ്ട്, റൈറ്റ്? ബിഫോർ യു ഡിറ്റർമിൻ എനി വാല്യൂ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, ദാറ്റ് ഈസ് ഡിസ്കൗണ്ട് റേറ്റ് നമ്മൾ 7% to 8% നമ്മൾ ഇൻക്രീസ് ചെയ്തു അല്ലേ. നമ്മുടെ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ 7%-ൽ നിന്നും 8%-ലേക്കായിട്ട് നമ്മൾ ഇൻക്രീസ് ചെയ്തു. സോ അവിടെ ഇൻട്രിൻസിക് വാല്യൂ കുറയാണ്. ബിക്കോസ് നമ്മൾ പഠിച്ചു പ്രസൻറ്റ് വാല്യൂ വിൽ ബി ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ഡിസ്കൗണ്ടിങ് റേറ്റ്.
ദാറ്റ് ഈസ് 1% ഡിഫറൻസ്. 7 to 8% ആവുകയാണ്. അപ്പോൾ 1% ഇൻക്രീസ് ആണ് വരുന്നത് നമ്മുടെ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേണിൽ, അല്ലേ? അപ്പോൾ ഈ 1% ഇൻക്രീസ് ഇൻ ഡിസ്കൗണ്ടിങ് റേറ്റ് വിൽ പുൾ ഡൗൺ ദ വാല്യൂ ഓഫ് ദ ബോണ്ട്, അല്ലേ? ഈ ഡിസ്കൗണ്ടിങ് റേറ്റിൽ 1% ഇൻക്രീസ് ഉണ്ടായാൽ അത് നമ്മളുടെ ഇൻട്രിൻസിക് വാല്യൂ, ബോണ്ടിൻ്റെ ഇൻട്രിൻസിക് വാല്യൂട് കുറയാണ് ചെയ്യുക, അവിടെ ഡിക്ലൈൻ ആണ് സംഭവിക്കുക. ബൈ ഹൗ മച്ച്? സോ വി നീഡ് ടു അനലൈസ് സെൻസിറ്റിവിറ്റി. അവിടെയാണ് നമുക്ക് സെൻസിറ്റിവിറ്റി മെഷർ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അതിന് 2 ഓൾട്ടർനേറ്റീവ് അപ്രോച്ച് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് ഡയറക്റ്റ്ലി ഇൻട്രിൻസിക് വാല്യൂ ഫൈൻഡ് ചെയ്യാം വിത്ത് 8% ഡിസ്കൗണ്ട് വെച്ച്. അതർവൈസ് വി മേ അപ്ലൈ സെൻസിറ്റിവിറ്റി ഫോർ മേക്കിംഗ് എൻ അപ്രോപ്രിയേറ്റ് റിഡക്ഷൻ ഇൻ ദ ബോണ്ട് വാല്യൂ. അപ്പോൾ അവിടെ ആണ്, അതായത് ദാറ്റ്സ് വൈ സെൻസിറ്റിവിറ്റി മെഷർമെൻറ്റ് ഇസ് സോ റെലവൻറ്റ്. അതുകൊണ്ടാണ് സെൻസിറ്റിവിറ്റി മെഷർ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ബോണ്ടിൻ്റെ സെയിൽ ചെയ്യുന്ന സമയത്തൊക്കെ ഈ സെൻസിറ്റിവിറ്റി ഓഫ് ബോണ്ട് ഷുഡ് ബി നോൺ. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സെൻസിറ്റിവിറ്റി ഓഫ് ദ ബോണ്ട്. സോ വാട്ട് യു മീൻ ബൈ സെൻസിറ്റിവിറ്റി? ഇറ്റ്സ് എ മെഷർ ഓഫ് ഹൗ മച്ച് ദ പ്രൈസ് ഓഫ് എ ബോണ്ട് വിൽ ഫ്ലക്ച്വേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഒരു ബോണ്ടിൻ്റെ പ്രൈസ് എത്രമാത്രം ഫ്ലക്ച്വേറ്റ് ചെയ്യാം എന്നത് മെഷർ ചെയ്യുന്ന ഒന്നാണ് ഇൻട്രസ്റ്റ് റേറ്റ് സെൻസിറ്റിവിറ്റി. അപ്പോൾ കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിനായിരിക്കും കൂടുതൽ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സെൻസിറ്റിവിറ്റി നമ്മൾ എന്തായാലും ഒരു ബോണ്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. പിന്നെ ഒരു കാര്യം എപ്പോഴും ഓർത്ത് വയ്ക്കുക, ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ആർ ഇൻവേഴ്സ്ലി കോറിലേറ്റഡ്. അതുകൊണ്ടാണ് ഇൻട്രസ്റ്റ് റേറ്റ് റൈസ് ചെയ്യുമ്പോൾ പ്രൈസ് ഓഫ് എ ബോണ്ട് ടെൻ ടു ഫാൾ ആൻഡ് വൈസ് വേഴ്സ. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ ഒരു ബോണ്ടിൻ്റെ പ്രൈസ് താഴാനുള്ളൊരു കാരണം അതാണ്. Let's proceed with next topic, that is measurement of bond sensitivity. Bond sensitivity measure ചെയ്യാൻ സിമ്പിൾ ആണ്. നമുക്കൊരു ഫോർമുല യൂസ് ചെയ്യാം. That is, it is the summation of n into PV divided by 1 plus I. Here n is the respective number of years which will be multiplied with that year's present value of cash flows, and I is the expected rate of return of the bondholder, that is desired rate of interest. Okay. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫേസ് വാല്യൂ ₹1000, കൂപ്പൺ റേറ്റ് 8% per annum, remaining maturity 6 years, redemption price ₹1100, desired yield rate, that is expected rate of return 8% per annum. Determine the following, that is first one intrinsic value of the bond, second one sensitivity of the bond. Okay. സോ ഹിയർ ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ബോണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയാം. എങ്കിലും നമ്മളിവിടെ ചെയ്യാം. സെൻസിറ്റിവിറ്റി ഓഫ് ദ ബോണ്ടാണ് ഒരു ന്യൂ കാൽക്കുലേഷൻ വരുന്നത്. അതിൻ്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഈ കോളംസ് ഇയർ, ക്യാഷ് ഫ്ലോസ്, പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ അറ്റ് 8%, പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ് n into PV. Then year column 1, 2, 3, 4, 5, 6. Again 6. You have to write it 2 times because ഫസ്റ്റ് ചെയ്തത് നമ്മൾ ഇൻഡിവിജ്വൽ ക്യാഷ് ഫ്ലോസ് ഓഫ് ഈച്ച് ഇയർ, അതാണ് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ കൂപ്പൺ പേയ്മെൻറ്റ്, ഫോർത്ത് ഇയർ കൂപ്പൺ പേയ്മെൻറ്റ്, ഫിഫ്ത്ത് ഇയർ, സിക്സ് ഇയർ കൂപ്പൺ പേയ്മെൻറ്റ്, ആൻഡ് ദെൻ 6 ഇയർ ഒന്നുകൂടി എഴുതിയത് അതിൻ്റെ റിഡംഷൻ പ്രൈസ്. എൻഡ് ഓഫ് ദി ഇയറിൽ ബോണ്ടിൻ്റെ റിഡംഷൻ മെച്യൂരിറ്റി വാല്യൂ കിട്ടുള്ളൂ, അതിനാണ് 6th ഇയർ 2 times. ഓക്കെ. ദെൻ ക്യാഷ് ഫ്ലോ കോളം. സോ ക്യാഷ് ഫ്ലോസ് ഈച്ച് ഇയർ. സോ ഫസ്റ്റ് ഇയർ 80, second year 80, third year 80, fourth year 80, fifth year 80, that is coupon payment, 6th year 80, and then again 6th year അവിടെ എഴുതുന്നത് റിഡംഷൻ പ്രൈസ് ആണ്, ദാറ്റ് ഈസ് 1100. അതായത് 1 to 6 years നമ്മൾ കൂപ്പൺ പേയ്മെൻ്റ് ആണ്. ലാസ്റ്റ് 6 ഇയറിൽ, അതായത് കൂപ്പൺ പേയ്മെൻറ്റ് എഴുതി ഒരു 6 ഇയറിൽ, നെക്സ്റ്റ് 6 ഇയറിൽ തന്നെ നമ്മൾ അതിൻ്റെ എൻഡ് വാല്യൂ മെച്യൂരിറ്റി ഡേറ്റ് റിഡംഷൻ പ്രൈസ് ആണ് ഇതിൻ്റെ. സോ ദാറ്റ്സ് 1100. ഓക്കെ. Then you have to find out the present value at the rate of 8%. 8%ൽ present value കാണാനായിട്ട് 1 divided by 1.08 അത് കാൽക്കുലേറ്ററിൽ ഈക്വൽ ടു അടിച്ച് പോയാൽ മതി. നിങ്ങൾക്ക് എല്ലാ ഇയറിലും 6 ഇയറിലും present value കിട്ടും. അപ്പോൾ 0.9259, 0.8573, 0.7938, 0.7350, 0.6805, 0.6301. again 6th ഇയറിൽ തന്നെയാണ് present value എടുക്കേണ്ടത്. അത് തെറ്റിപ്പോരുത്. 7th ഇയർ ആവരുത്. സെയിം ആയിരിക്കും അപ്പോൾ വരിക 6th ഇയറിൽ. ലാസ്റ്റ് 2 കോളത്തിന് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ അറ്റ് 8%. ഓക്കെ. സോ നെക്സ്റ്റ് കോളം യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ്. ഫോർ ദാറ്റ് take the present value factor at the rate of 8%. Then you have to multiply that present value with cash flows. അതായത് പ്രസൻറ്റ് വാല്യൂ അറ്റ് ദ റേറ്റ് ഓഫ് 8% എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ കോളം അത് ക്യാഷ് ഫ്ലോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്യാഷ് ഫ്ലോ ദാറ്റ് ഈസ് 80. അപ്പോൾ ഫസ്റ്റ് ഇയർ 80 ഇൻറ്റു
0.9259. Okay, then second year 80 into 0.8573, third year 80 into 0.7938, so on. Then അങ്ങനെ 6th ഇയറിൽ വരുമ്പോൾ 6th ഇയറിലെ കൂപ്പൺ പേയ്മെൻറ്റ് ഓക്കെ, 6th ഇയറിൽ 80 ഇൻറ്റു പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ അറ്റ് ദ റേറ്റ് ഓഫ് 8% ചെയ്യുക. ദെൻ 6th ഇയർ എഗെയിൻ വരുമല്ലോ, അവിടെ ലാസ്റ്റ് 6th ഇയറിൽ റിഡംഷൻ വാല്യൂ ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, നോട്ട് കൂപ്പൺ പേയ്മെൻറ്റ്. അത് എൻഡിൽ മെച്യൂരിറ്റി വാല്യൂ ഇല്ല, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഡോണ്ട് ഫോർഗെറ്റ്. ഓക്കെ, 0.6301 ഇൻറ്റു 1110. അപ്പോൾ നമുക്ക് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ കിട്ടുന്നത് 74.07 ആണ് ഫസ്റ്റ് ഇയറിൽ, സെക്കൻഡ് ഇയറിൽ 68.58, third year 63.50, fourth year 58.8, then fifth year 54.44, then sixth year 50.40, then again 6th year varum. Adu redemption value to multiply cheya, that is 1110 into present value factor at the rate of 8%, that is 0.6301. same factor same eniyana, present value factor same eniyana. So present value varia multiply cheyumbo 693.11. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ഫസ്റ്റ് 6th ഇയറിൽ യു ഹാവ് ടു ടേക്ക് ദ കൂപ്പൺ പേയ്മെൻറ്റ്, ദാറ്റ് ഈസ് 80 ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇത് പ്രസൻറ്റ് വാല്യൂ അറ്റ് ദ റേറ്റ് ഓഫ് 8%, യു ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് 80 ഫസ്റ്റ് 6th ഇയർ. ദെൻ ലാസ്റ്റ് ഒരു 6th ഇയറും കൂടി വരുമല്ലോ, അതാണ് റിഡംഷൻ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, തെറ്റിപ്പോകരുത്. ഓക്കെ, ദാറ്റ് ഈസ് യു ഹാവ് ടു ടേക്ക് ദ റിഡംഷൻ വാല്യൂ ഇൻസ്റ്റെഡ് ഓഫ് കൂപ്പൺ പേയ്മെൻറ്റ്. Next column is summation of N into PV. This column we needed for measuring sensitivity. Here each year will be multiplied by its respective present value. That is, നമുക്ക് present value കിട്ടിയിട്ടുണ്ടല്ലോ, ആ present value ഇയർ ആയിട്ടാണ്, n നമ്മൾ പറഞ്ഞില്ലേ n into PV ആണ്. അപ്പോൾ അതിൻ്റെ സമ്മേഷൻ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ present value into year. ഓക്കെ, then last column summation of n into PV. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്ക് ഓൾറെഡി പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു അല്ലേ. ഇനി then you have to multiply the present value of cash flow with number of years. നമുക്ക് number of years അവിടെ ഓൾറെഡി 6 years തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ you have to multiply the present value of cash flow with number of years. അപ്പോൾ ഫസ്റ്റ് നോക്കൂ, പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ ഫസ്റ്റ് ഇയറിൽ എത്രയാണ്? 74.07 ഇൻറ്റു ഫസ്റ്റ് ഇയർ അല്ലേ. നമ്പർ ഓഫ് ഇയർ ഫസ്റ്റ് ഇയർ ആണ്, അപ്പോൾ അത് ഇൻറ്റു 1 ചെയ്യുക. അപ്പോൾ യു വിൽ ഗെറ്റ് 74.07, സെയിം വാല്യൂ കിട്ടും. ദെൻ സെക്കൻഡിൽ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ എത്രയാണ്? 68.58 ഇൻറ്റു സെക്കൻഡ് ഇയർ അല്ലേ, അപ്പോൾ ഇൻറ്റു 2, ദെൻ യു വിൽ ഗെറ്റ് 137.16. ദെൻ തേർഡ് ഇയർ 63.50 ഇൻറ്റു 3, ദെൻ യു വിൽ ഗെറ്റ് 190.5. Then fourth year 58.8 into 4, then n into PV കോളത്തിൽ കിട്ടുക 235.2. Then fifth year 54.44 into 5, then you will get 272.2. Then sixth year 50.40 into 6, then you will get 302.4. Then again last 6th year, ഒരു 6th year രണ്ട് വട്ടം വരുന്നില്ലേ, ഒന്ന് മെച്യൂരിറ്റി റിഡംഷൻ വാല്യൂടെയും ഒന്ന് കൂപ്പൺ പേയ്മെൻറ്റിൻ്റെയും. സോ അഗെയിൻ ലാസ്റ്റ് 6th ഇയറിൽ 693.11 into 6, so the value will be 4158.66. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ, അത് എല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇൻട്രിൻസിക് വാല്യൂ. സോ അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1062.90, ദാറ്റ് ഈസ് ദ ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ദ ബോണ്ട്. ഓക്കെ, then n into PV summation, we have to find out the summation of n into PV that we used for sensitivity measurement. അപ്പോൾ ആ ലാസ്റ്റ് കോളത്തിൻ്റെ ടോട്ടൽ ചെയ്ത വാല്യൂ ആണ് നമ്മൾ സെൻസിറ്റിവിറ്റി മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. എന്നിട്ട് ആ വാല്യൂ നമുക്ക് ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, then last column add up all values, that is 74.07, 137.16, 190.5, 235.2, 272.2, 302.4, 4158.66 എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5570.19 ഈ വാല്യൂ ആണ് നമുക്ക് സെൻസിറ്റിവിറ്റി മെഷർ ചെയ്യാനുള്ള ഫോർമുലയിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, then we already discussed what was the formula for measuring sensitivity, that is summation of n into PV divided by 1 plus I. Summation of n into PV already available, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. Then 1 plus I means desired interest rate, that is expected rate of return. Here it was 8%. So നമ്മൾ വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ 5370.10 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.08. ഓക്കെ, ദെൻ 5370.19 divided by 1.08, the answer would be 4972.39.